ഹായ്. അപ്പം ഇന്നും ഞാൻ എൻ്റെ ഒരു കുട്ടി കുസൃതി ഓർമ്മ കഥ തന്നെ പറയാനായിട്ടാണ് വന്നിട്ടുള്ളത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 3-ാം ക്ലാസ്സിലെ ഒരു ഓർമ്മ കഥയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു കുസൃതി ഉള്ളൊരു ഓർമ്മ കഥയും കൂടിയാണ്. അപ്പോൾ മാർച്ച് മാസമാണ്. മാർച്ച് മാസം എന്ന് പറയുമ്പോഴേക്കും എക്സാമുകളുടെ ഒരു ടൈമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചൂടിൻ്റെ ഒരു ടൈമാണ്, വെള്ളം കുറയുന്ന ഒരു ടൈമാണ്, നോമ്പിൻ്റെ ഒരു ടൈമാണ്. ഈ ഒരു മാർച്ച് മാസത്തെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ അവധി കിട്ടണ ഒരു ടൈം കൂടിയാണ് അല്ലേ. അപ്പോൾ എൻ്റെ 3-ാം ക്ലാസ്സിൽ ആദ്യത്തെ ഒരു 10 ദിവസത്തിനുള്ളിൽ കുറച്ച് എക്സാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ 30-31 ആണ് അടുത്ത എക്സാംസൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഹോളി വീക്കും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിൽ നമ്മൾ ഒപ്പിക്കാത്ത പരിപാടികളില്ല. അതായത് ഈ ഒരു വേനലവധി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒപ്പിക്കാത്ത പരിപാടികൾ ഉണ്ടാവില്ല. മരത്തിൻ്റെ മണ്ടയിൽ കയറുക, പേര പറിക്കാൻ പോവുക, അങ്ങനത്തെ എല്ലാ ക്രിക്കറ്റ് കളിക്കാൻ പോവുക. ഞാനല്ല കേട്ടോ, എന്നാലും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ. അപ്പോൾ എല്ലാ പരിപാടികളും ഒപ്പിച്ച് ജൂൺ മാസം ആകുമ്പോഴത്തേക്കിനും നമ്മുടെ കയ്യിലും കാലിലും ഒന്നും മുറിയാത്തതിനായിട്ട് ഇനി ഇടം ബാക്കി ഉണ്ടാവില്ല. അതുമാതിരി ആയിരിക്കുമല്ലേ നമ്മൾ ജൂണിൽ എന്തായാലും സ്കൂളിൽ പോയി ജോയിൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പം ഈ എക്സാം 31-ാം തീയതി ഇനി വരാൻ കിടപ്പുണ്ട്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് പരീക്ഷ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ചൂടായതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കിണറ്റിലേക്ക് വെള്ളം അത്യാവശ്യം കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാനും എൻ്റെ സംഘം എന്ന് പറയുമ്പം ഞാനുണ്ട്, സൗമ്യ ചേച്ചിയുണ്ട്, ബിൻസി ചേച്ചിയുണ്ട്, ഷൈജു ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാവരുമായിട്ട് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൻസി ചേച്ചിയുടെ പിന്നാലെ പോവാണ്. എന്തുകൊണ്ട്? കാരണം ചൂട് കൂടുതലായിട്ട് വെള്ളം കുറഞ്ഞിട്ട് നമ്മുടെയൊക്കെ വീട്ടിലെ വെള്ളം കുറഞ്ഞിട്ട് നമ്മൾ ബിൻസി ചേച്ചിക്ക് കുറച്ച് തുണി അലക്കാനുണ്ടായതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ അധികം ആൾതാമസം ഇല്ലാത്തൊരു വീടുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിലെ കിണറ്റിൽ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പം ബിൻസി ചേച്ചിക്ക് തുണി അലക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ വ്യാജേന നമ്മളും ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ സംഭവം എന്താണ് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ, അതായത് അങ്ങനെ ആൾതാമസം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ എന്താണ്, അതിനുള്ളിൽ എന്താണ് എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയാണ് നമുക്ക് എല്ലാവർക്കും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 3-ാം ക്ലാസ്, ഷൈജു ഒരു 3-ാം ക്ലാസ്, സൗമ്യ ചേച്ചി എന്ന് പറയുമ്പോഴും ചേച്ചിയാണെങ്കിൽ കൂടി ഒരു 8-ാം ക്ലാസ് 9-ാം ക്ലാസ് ആ ഒരു പ്രായം മാത്രമേ ഉള്ളൂ ചേച്ചിക്ക്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും അങ്ങോട്ട് ചെന്ന് കയറുന്നു. അവിടെ പേര കാണുന്നു, അതുപോലെ മൾബറി, ചെറി, മുരിങ്ങയില, മറ്റേ കൂണ്, അങ്ങനെ കിട്ടാത്ത സാധനങ്ങളെല്ലാം നമ്മളിങ്ങനെ വലിച്ച് വെറിച്ച് തിന്നും ഒക്കെ ഇങ്ങനെ ഇരിക്കണം, കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം. അപ്പോൾ ഒരാളുടെ വായിൽ പേര കാണും, മറ്റേ വായിൽ ചെറി കാണും. അങ്ങനെ എല്ലാ പരിപാടിയും ഒപ്പിച്ച് ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങി വന്നപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോഴേക്കും അവിടെ ഗേറ്റ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രധാന ഹോബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കയറി നിന്നിങ്ങനെ ആടുക എന്നുള്ളത് എൻ്റെ ഒരു പ്രധാന ഹോബിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഗേറ്റിൽ അങ്ങോട്ട് കയറി ഇങ്ങനെ ഊഞ്ഞാല് മാതിരി നിന്ന് അങ്ങോട്ട് ആടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഈ ആടണ കണ്ടിട്ട് സൗമ്യ ചേച്ചിക്കും ഷൈജുനും ഒരേ ആഗ്രഹം ഇതുപോലെ നിന്ന് ആടാൻ. രസമുണ്ടല്ലോ, നല്ല പരിപാടിയാണല്ലോ. അപ്പം ഇവർക്കും അതേപോലത്തെ ഒരു ആഗ്രഹം. അപ്പം സൗമ്യ ചേച്ചിയാണല്ലോ കൂട്ടത്തിൽ ഇച്ചിരി മുതിർന്ന ആൾ. അപ്പോൾ സൗമ്യ ചേച്ചി ചോദിച്ചു, അക്കു നീ ഇറങ്ങ്, ഞാൻ നിങ്ങളെ ഓരോരുത്തരെ വെച്ച് ആട്ടിത്തരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളും കൂടി എന്നെ അവസാനം ആട്ടി തന്നാൽ മതി. ഊഞ്ഞാലിൽ ഇങ്ങനെ ഈ ഗേറ്റിൽ ഇങ്ങനെ നിർത്തി ആട്ടി തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനല്ല ആദ്യം പോയി കണ്ടതും പോയി കയറി ഊഞ്ഞാൽ പോലെ ആടാനൊക്കെ തുടങ്ങിയ ആൾ. ഞാൻ എന്തിനാ ഇറങ്ങണേന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയില്ല. അപ്പം ഞാൻ ഇറങ്ങാണ്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കണ കണ്ടിട്ട് ഷൈജും പറഞ്ഞു എന്നാൽ ഞാനും കയറുമെന്ന് പറഞ്ഞിട്ട് അവനും കൂടെ കയറിയിട്ട് നമ്മൾ രണ്ടുപേരും നിന്നിങ്ങനെ ആടാണ്. നമ്മൾ രണ്ടുപേരും നിന്ന് ആടുന്ന കണ്ടിട്ട് സൗമ്യ ചേച്ചി എന്തിനാ നോക്കിക്കണേ. സൗമ്യ ചേച്ചി വിചാരിച്ചു നോക്കിയാൽ എന്താ ഞാനായിട്ട് ഇനിയിപ്പോൾ എന്തിനാ കുറയ്ക്കണേന്ന് വിചാരിച്ചിട്ട് ചേച്ചിയും കൂടെ വന്ന് ആടി. അപ്പോൾ നമ്മൾ 3 പേരും ഇങ്ങനെ രസത്തിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് ആ ഗേറ്റിൽ. അപ്പം ഇങ്ങേ അറ്റത്ത് നിൽക്കുന്നത് ഷൈജു ആണ്, ഇപ്പുറത്ത് നിൽക്കുന്നത് സൗമ്യ ചേച്ചിയാണ്, ഞാനാണ് നടുക്ക് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ രസത്തിൽ ഇങ്ങനെ ആടി വരണതിൻ്റെ ഇടയിൽ സൗമ്യ ചേച്ചി നോക്കിയപ്പോൾ വലിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടെ കുട്ടികളായിരുന്നത് കൊണ്ട് നമുക്ക് രണ്ടുപേർക്കും അതെ, എനിക്ക് ഷൈജുവിന് എന്താണ് സംഭവം അങ്ങോട്ട് പിടി കിട്ടിയില്ല. ഞാൻ സൗമ്യ ചേച്ചി ഗേറ്റിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് ഒറ്റ പായലാണ് ബിൻസി ചേച്ചിയുടെ അടുത്തോട്ട്. അപ്പം ബിൻസി ചേച്ചി അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കിന് കുറച്ച് നമ്മളിങ്ങനെ നേരെ ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഈ ഗേറ്റ് ഇളകിയിട്ട് നമ്മുടെ മോന്തയ്ക്കോട്ട് വരികയാണ്. അപ്പം ഷൈജു ആദ്യം നിന്നതുകൊണ്ട് തന്നെ ഗേറ്റിൻ്റെ തുമ്പ് വന്നിടിച്ചിട്ട് അവിടെ തല പൊട്ടി നന്നായിട്ട് ചോരയും വന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ ഈ കോല് പോലെ ഇരിക്കുന്ന സാധനം എൻ്റെ കണ്ണി വന്ന് കുത്തിയിട്ട് എൻ്റെ കണ്ണും മുറിഞ്ഞു.
എന്നിട്ട് അവസാനം ബിൻസി ചേച്ചി അപ്പോഴത്തേക്കിനും ഓടി വന്നിട്ട് ഷൈജുവിൻ്റെ തല പൊട്ടി ചോര വരുന്ന കണ്ടിട്ട് ഷൈജുവിനെ കൊണ്ട് ഒറ്റ പോക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമല്ലോ. അങ്ങനെ അവന് സ്റ്റിച്ചൊക്കെ ഇട്ട് അവനെ അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് സൗമ്യ ചേച്ചി എന്നെ വീട്ടിലും കൊണ്ടാക്കി. അപ്പോൾ എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മേനെ വിളിച്ചു. അപ്പോൾ നമ്മൾ ഈ 5 മിനിറ്റ് 10 മിനിറ്റ് ഇപ്പോൾ വരാൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടാവുക. അപ്പോൾ എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞപ്പോഴത്തേക്കിനും അമ്മ ഓടി വന്നിട്ട് എന്നെ നോക്കിയപ്പോഴത്തേക്കിനും എൻ്റെ കണ്ണാണെങ്കിൽ മറ്റേ ബുൾസൈ മാതിരി ഇത്രയാണ് വീർത്തിരിപ്പുണ്ട്, മറ്റേ കോല് പോലത്തുള്ള സാധനം കൊണ്ടിട്ട്. അപ്പം അമ്മ ഓടി വന്നിട്ട് അവിടുത്തെ ഒരു തോല് ഊരിയിട്ട് എന്നെ ചറപറ അടിച്ച് എൻ്റെ ഈ അടി സീനൊക്കെ കണ്ടു കഴിഞ്ഞ് ഈ സീൻ കണ്ടു കഴിഞ്ഞ് ആസ്വദിച്ച ശേഷം സൗമ്യ ചേച്ചി വീട്ടിൽ പോയി. അപ്പം ആൾക്ക് നല്ല വിഷമമൊക്കെ ആയിട്ടോ. അപ്പം ഇങ്ങനെ സൗമ്യ ചേച്ചി വീട്ടിലും പോയി. അപ്പോൾ നമ്മൾ 4 പേര് 4 വഴിക്കായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അവസാനം അങ്ങനെ ഈ ബുൾസൈ മാതിരി ഇരിക്കണ ഈ കണ്ണും കൊണ്ടുണ്ടല്ലോ, കണ്ണും കൊണ്ടാണ് ഞാൻ എൻ്റെ അവസാനത്തെ ആ 31-ാം തീയതി മാറ്റി വെച്ചിരുന്ന എക്സാം എഴുതാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, എന്തായാലും എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ ഇടയിലും ഈ വേനലവധിക്ക് അല്ലെങ്കിൽ ഇതുമാതിരിയുള്ള അവധി സമയകാലത്ത്, ഓണാവധി ആയിക്കോട്ടെ ക്രിസ്മസ് അവധി ആയിക്കോട്ടെ, ഈ ഒരു സമയത്ത് നമ്മൾ ഒപ്പിക്കാത്ത പരിപാടികളില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിലും എന്തായാലും ഇതുപോലത്തെ സൂപ്പർ കോമഡി ആയിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള കഥകൾ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. എന്തായാലും ഇപ്പോഴും ആ ഗേറ്റ് അതുപോലെ അവിടെ പൊളിഞ്ഞ് കിടപ്പുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. എന്തായാലും ഇതുപോലത്തെ നിങ്ങളുടെ ലൈഫിലെ ഇൻസിഡൻറ്റ് എന്താണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ എഴുതാമോ? അങ്ങനെയാണെങ്കിൽ രസമായിരിക്കും വായിക്കാൻ. ഓക്കെ, ഒരു നൊസ്റ്റാൾജിയ, ഒരു അയവിറക്കൽ കൂടി ആയിക്കോട്ടെ. ബൈ.